ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. കല്യാണമല്ല, റിസപ്ഷൻ ഉണ്ട്. കല്യാണം ഓൾറെഡി നേരത്തെ കഴിഞ്ഞു, ഒരാഴ്ച മുൻപ് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് റിസപ്ഷനാണ്. അപ്പോൾ നമ്മൾ അതിന് പോകാനായിട്ട് റെഡി ആവണം കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയ ശേഷം പ്രതിമോളിൽ ഒരുക്കി കൊടുക്കുകയാണ്. പേതൂട്ടി ഓൾറെഡി റെഡി ആയിട്ട് അവൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിരിക്കുകയാണ്. അവളെ വിളിച്ചിട്ട് വേണം, ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വിളിച്ചിട്ട് വേണം നമുക്കിനി റിസപ്ഷന് പോകാൻ കേട്ടോ. ഇത് കുട്ടിയാണെങ്കിൽ കുറച്ച് മേക്കപ്പിൻ്റെ ആളാണ്, അവൾക്ക് കുറച്ച് മേക്കപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ പൊട്ടൊക്കെ വെച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ലൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അവൾക്ക് എവിടെ പോകുമ്പോഴും കുറച്ചൊരു മേക്കപ്പ് ഇല്ലാതെ അവൾ പോവില്ല. മേക്കപ്പ് ചെയ്യണം അവൾക്ക്. ഇപ്പോൾ സമയം ഏകദേശം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. ഏതുകുട്ടിക്ക് 12 മണി വരെയാണ് ക്ലാസ്. അപ്പോൾ സുമേഷേട്ടൻ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രതിമോളിനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഐലൈനർ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവൾ പറയണ അമ്മ വെച്ച പൊട്ട് എനിക്ക് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പൊട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒതുക്കി എത്തി കണ്ണെഴുതി കൊടുക്കണം. അപ്പോൾ തരുന്ന വേദൂട്ടി വന്നിരിക്കുകയാണ്. ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വേദു വന്നു. ഞാനും സുമേഷേട്ടനും കുട്ടികളും അച്ഛനും കൂടിയാണ് റിസപ്ഷന് പോകുന്നത്. അമ്മയില്ല കേട്ടോ. അമ്മയ്ക്ക് പനി ആയതുകൊണ്ട് അമ്മ കല്യാണത്തിന് റിസപ്ഷന് വരുന്നില്ല. അങ്ങനെ അവൾക്ക് പൊട്ടൊക്കെ വെച്ച് കൊടുത്തോട്ട്, ഞാൻ വെച്ച പൊട്ട തന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പൊട്ടൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീടിന് കുറച്ച് അടുത്തായിട്ട് തന്നെ കേട്ടോ കല്യാണം മണ്ഡപം അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞാൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. റിസപ്ഷൻ പോകാനായിട്ട് റെഡിയായി. അപ്പോഴത്തേനും സുമേഷേട്ടൻ വന്നു കേട്ടോ. സുമേഷേട്ടൻ വണ്ടി എടുക്കാൻ പോയതാണ്. അങ്ങനെ വന്ന ശേഷം ഞങ്ങൾ നേരെ ആ വീട്ടിൽ പോയി കേട്ടോ. അച്ഛനെ വിളിക്കാനായിട്ട് പോയി. അച്ഛൻ മാത്രമേ കല്യാണത്തിന് വരുന്നുള്ളൂ, റിസപ്ഷന് വരുന്നുള്ളൂ. അപ്പോഴത്തേനും സുമേഷേട്ടൻ പ്രതിമോളായിട്ട് വന്നു, വണ്ടി എടുക്കാനായിട്ട് വന്നു. അപ്പം നമ്മൾ കോൾസിലാണ് പോണത് കേട്ടോ. നല്ല വെയിലുണ്ട്. വെയിലിനോടൊപ്പം തന്നെ നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ റെഡിയായി, റിസപ്ഷന് പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ് മണ്ഡപം. സ്റ്റേ ഫിറ്റ് എന്നൊരു മണ്ഡപത്തിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ കേട്ടോ. ഇതാ ഇവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ, എത്തിയിട്ടുണ്ട്. ഇതാണ് മണ്ഡപം. ഈ മണ്ഡപത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ സുമേഷേട്ടൻ രാവിലെ ജിമ്മിന് വരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ മണ്ഡപത്തേക്ക് കയറാമെന്ന് ഓഡിറ്റോറിയത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. എല്ലാവരുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ കളിക്കുന്നത് ചെക്കൻ്റെ വീട്ടുകാരാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത്. അതിന് ശേഷം ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ പോയി.
ഇതാണ് നമ്മുടെ പെണ്ണും ചെക്കനും കേട്ടോ. പെണ്ണിൻ്റെ പേര് സന്ധ്യ എന്നാണ്. അങ്ങനെ നമ്മുടെ വേദൂട്ടിൻ്റെ ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോങ് വയ്ക്കാത്തത് കോപ്പിറൈറ്റ് ആവുന്നത് കൊണ്ടാണ് സോങ് വയ്ക്കാത്തത്. ഇതേ പാട്ടിനെ അവൾ വേറെ ചെറിയച്ഛൻ്റെ മോൻ്റെ കല്യാണത്തിന് കളിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കളിക്കാൻ നിർബന്ധിച്ചപ്പോഴാണ് അവൾ കളിച്ചത്. കുറേ നിർബന്ധിച്ചു. അവൾക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കളിക്കുമ്പോൾ കേട്ടോ. അവൾക്ക് സാധാരണ വീട്ടിൽ സൂപ്പറായിട്ട് ഡാൻസ് കളിക്കാറുള്ളതാണ്. സ്റ്റേജിൽ കയറിയപ്പോൾ അവൾക്കൊരു വെപ്രാളായി. പിന്നെ ഡാൻസൊക്കെ കളി കഴിഞ്ഞിട്ട് നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. ഫുഡ് കഴിക്കാൻ പോകണം. സമയം 1 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. വേദോട്ടി ഡാൻസ് കളിച്ചതിനെ കുറിച്ച് പറയുന്നത്. നന്നായി കളിച്ചു എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. സൗണ്ട് വയ്ക്കാത്തത് കോപ്പിറൈറ്റ് വരും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ വേദൂട്ടിൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പോവാമെന്ന് പറയുമ്പോഴത്തേനും പിന്നെ അടുത്തത് അച്ഛന്മാരുടെ ഒരു ഡാൻസായി കേട്ടോ. അച്ഛന്മാരുടെ ഏട്ടന്മാരുടെ എല്ലാവരും കൂടെ ഒരു ഡാൻസായി. അങ്ങനെ അവരെല്ലാവരും കൂടെ കയറിയിട്ടോ ഡാൻസ് കളിക്കാനായിട്ട്. ഒരു സ്റ്റേജും പിന്നെ അവർ വെറുതെ വിടില്ല. വിഷ്ണു പിന്നെ സൂപ്പറായി ഡാൻസ് കളിക്കും. ബാബോട്ടൻ പിന്നെ പറയും വേണ്ട. പിന്നെ സുമേഷേട്ടൻ പിന്നെ ഒപ്പം നിൽക്കുന്നുണ്ട് കളിക്കാനായിട്ട്. സുമേഷേട്ടൻ പിന്നെ നല്ല പനിയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ നല്ല പനിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. കല്യാണത്തിന് പോകണ്ട, നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ശരി വേണ്ട എന്തായാലും പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. സംഭവം നല്ല പനിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല ഡാൻസാണ് കേട്ടോ. വിഷ്ണുവിന് ഓൾറെഡി നന്നായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. നന്നായിട്ട് ഡാൻസ് കളിക്കും. നമ്മൾ പിന്നെ ഒരു സ്റ്റേജ് കിട്ടിയാലും വെറുതെ വിടില്ല. ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കല്യാണത്തിന്. കാരണം എല്ലാവരും കഴിച്ചവരൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഫുഡ് അടിക്കാനായിട്ട് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. മാത്രമല്ല സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. വേദവും വൃദ്ധിയും എന്തായാലും ബിരിയാണി കഴിക്കില്ല. ഒരു ബിരിയാണി കണ്ടപ്പോൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തതാണ്. പക്ഷേ അവർ കഴിക്കില്ല കേട്ടോ. അങ്ങനെ സുമേഷേട്ടൻ ഞാനും കൂടെ കഴിക്കാമെന്ന് വെച്ചു. ലാസ്റ്റ് അവർക്ക് ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് വേറെ അതേ പ്ലേറ്റ് തന്നെ ചോറ് കൊണ്ടേ കൊടുത്തു കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് ഐസ്ക്രീം കഴിക്കാനാണ് കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പുറത്ത് വരുമ്പോഴത്തേനും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടിയിൽ എയർ കുറച്ച് കുറവായതുകൊണ്ട് സുമേഷേട്ടൻ എയർ അടിക്കാൻ പോയി. അങ്ങനെ എയറൊക്കെ അടിച്ച ശേഷം നമ്മൾ നേരെ വീട്ടിലെത്തി കേട്ടോ. നേരെ വീട്ടിലേക്ക് പോവാണ്.
വീട്ടിലോട്ട് പോയി വീടെത്തിയ ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും റെഡി ആയിരിക്കുകയാണ് കേട്ടോ. റെഡി ആയത് എവിടേക്കാന്ന് വെച്ചാൽ ഇന്ന് തന്നെയാണ് ചെക്കൻ്റെ വീട്ടിലും റിസപ്ഷൻ, പെണ്ണിൻ്റെ വീട്ടിലും ഇന്ന് രാവിലെ തന്നെയായിരുന്നു റിസപ്ഷൻ. കല്യാണം കഴിഞ്ഞ സൺഡേ ആയിരുന്നു കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഈ സൺഡേ 2 വീട്ടുകാരിലും റിസപ്ഷനാണ്. CR ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ കേട്ടോ. നേരെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു. ഋതിമോൾ അപ്പോഴത്തേന് നല്ല ഉറക്കമാണ്, അവൾക്ക് ഉച്ചയ്ക്ക് എന്തായാലും അവൾ ഉറങ്ങും കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. നമ്മളവിടുന്ന് കുറച്ച് ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഒരു 15-20 പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് പോയി, ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് പോയി. പെണ്ണ് സാരി ആയിരുന്നു കേട്ടോ, കല്യാണ പെണ്ണ് സാരി ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് സാരിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവൾ സാരി തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഫുഡ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഫുഡ് അടിക്കാനായിട്ട് താഴെയായിരുന്നു ഫുഡ് കഴിക്കുന്ന സ്ഥലം. നേരെ താഴത്തേക്ക് പോയി കേട്ടോ. അവിടെ പോകുമ്പോഴത്തേനും പൊറോട്ടയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന കുക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ കണ്ടു. അവിടെ കല്യാണം ചെയ്യുന്നത് പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആവശ്യത്തിനുള്ള സാധനം മാത്രമേ നമ്മൾ വാങ്ങിച്ചുള്ളൂ കേട്ടോ. റൈസും പൊറോട്ട, പിന്നെ ദോശ, ദോശയില്ല മസാല ദോശ ഉണ്ടായിരുന്നു, ഊത്തപ്പമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആവശ്യമുള്ള സാധനം മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഫുഡ് കഴിച്ച ശേഷം നേരെ ഓഡിറ്റോറിയത്തിൽ ഫ്രണ്ടിൽ വന്നു. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.